ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും നഗ്നരാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് CPM-ന്റെ ആരോപണം. ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ ഇലക്ട്രൽ ബോണ്ട് വിഷയമടക്കം നിങ്ങളെ തിരിഞ്ഞുകുത്തില്ലേ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾക്ക് ആർക്കും നഗ്നത വരത്തില്ല. കാരണം അന്തസ്സായി സുതാര്യമായി രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ച് ഇലക്ട്രൽ ബോണ്ട് നിയമപരമായി പറഞ്ഞിരുന്ന കാര്യമാണ്. കഴിഞ്ഞ ആഴ്ചയിലാണ് സുപ്രീം കോടതി അത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചത്. അല്ലാതെ ഈ ED അന്വേഷണം വരുന്ന കമ്പനികളെല്ലാം കയ്യിൽ നിന്ന് കൂട്ടത്തോടെ പണം വാങ്ങിച്ചത് BJP ആണ്. അതുകൊണ്ട് അത് ഞങ്ങളെ ബാധിക്കത്തില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച് പാർട്ടി ഞാൻ അടക്കമുള്ള രാജ്യത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർ സാധാരണക്കാരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ബോണ്ട് വേണ്ടെന്ന് വെക്കാനുള്ള ഒരു അഭിമാനം എന്താ കാണിക്കാഞ്ഞത്? അല്ല, അത് വേണ്ടെന്ന് വെക്കുന്ന സമയത്ത് വേണ്ടെന്ന് വെക്കുന്നേ. രാജ്യത്തെ നിലവിലുള്ള ഇലക്ട്രൽ ബോണ്ട് വേണ്ടെന്ന് സുപ്രീം കോടതി വെച്ചു. സമയത്തല്ലേ രാജ്യത്തെ ഏറ്റവും വലിയ കള്ളപ്പണം ഉണ്ടാക്കി CPM പറയുന്നത്. നാണം കെട്ട് ചർച്ചാ വിഷയമാണ്. പ്രശാന്ത് അതിന് മറുപടി പറഞ്ഞിട്ട് മറുപടി പറഞ്ഞിട്ട് വോട്ടർമാരിലേക്ക് പോകാം. പറഞ്ഞോളൂ, ഒരു നിമിഷം ചേട്ടാ പറഞ്ഞോ, ഇതൊന്നും ശ്രദ്ധിക്കണ്ട, പറഞ്ഞോ. ശരി പറഞ്ഞോ. മാസപ്പടിയാണ് ഇലക്ട്രൽ ബോണ്ട് അല്ല പാർട്ടിയുടെ സ്രോതസ് എന്നാണ് അവർ പറഞ്ഞത്. പറഞ്ഞോ ഈ ശബ്ദം ശ്രദ്ധിക്കണ്ട, പറഞ്ഞോ. നിങ്ങൾ തുള്ളിയിട്ട് കാര്യമില്ല. പറഞ്ഞോ, ചിന്ത പറഞ്ഞോ. അല്ല, മാസപ്പടിയാണ് പാർട്ടിയുടെ സ്രോതസ് എന്നാണ് ഇവരുടെ ആരോപണം. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വളരെ ശ്രദ്ധേയമായി വിലയിരുത്താൻ പോകുന്നത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമായിട്ടാണ് ഈ സമരത്തെ കാണുന്നത്. ആ അഴിമതി എന്ന് പറയുന്നത് രാജ്യത്ത് BJP കൊണ്ടുവന്ന അഴിമതിയെ നിയമവൽക്കരിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമം, അതിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായി ചർച്ച ചെയ്യും. വളരെ ആർജവത്തോടുകൂടി ഞങ്ങൾ പറയുന്നു, അങ്ങനെ ഒരു തുക വേണ്ടെന്ന് പറയുവാൻ തുടക്കം തൊട്ടേ ധൈര്യം കാണിക്കുകയും അതിന് സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് സഖാവ് M. മുകേഷിന്റെ രാഷ്ട്രീയ പാർട്ടി എന്ന അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാം. കോടി രൂപയിലേക്ക് ആ കമ്പനി വളർന്നു. ആ കമ്പനിയുടെ ഉടമസ്ഥയാരാണ്? ശരി, എന്നൊരു സംശയം ചോദിക്കട്ടെ പ്രശാന്ത്. സ്വിസ് ബാങ്കിൽ നിന്ന് കള്ളപ്പണം കൊണ്ടുവന്നാൽ എല്ലാ മനുഷ്യരുടെയും പോക്കറ്റിൽ 15 ലക്ഷം വെക്കാനുള്ള തുക കാണും എന്നാണ് അന്ന് പറഞ്ഞു. അതൊരു പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്വിസ് ബാങ്കിൽ നിന്ന് അത് സാങ്കല്പികമാണ് എന്നുള്ളത് നമ്മൾ ഇന്ന് ഞെട്ടലോടുകൂടി തിരിച്ചറിയുന്നു. ശരി, അവിടെ നിൽക്കട്ടെ. പക്ഷേ സ്വിസ് ബാങ്കിൽ നിന്ന് കള്ളപ്പണം കൊണ്ടുവരുമെന്ന് പറഞ്ഞ പാർട്ടി അവിടെ തന്നെ SBI ഉപയോഗിച്ച് കള്ളപ്പണം ശേഖരിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇല്ല, അങ്ങനെ ഒരു വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതല്ലേ ഇപ്പൊ പുറത്തു വന്നത് 6070 കോടി ഇലക്ട്രൽ ബോണ്ട് എവിടെ കിടക്കുന്നു? അതല്ലേ സുപ്രീം കോടതി പറഞ്ഞത്. ഈ രാജ്യത്ത് വരുന്ന സമ്പത്തിന്റെ വിനിമയം സാധാരണക്കാരായ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് തയ്യാറാണ്. അതുകൊണ്ടാണ് സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക് ഒരു വർഷം 6000 രൂപ കഴിഞ്ഞ 4 വർഷക്കാലമായി മുടങ്ങാതെ ഇടനിലക്കാരില്ലാതെ ഒരു വർഷം 6000 രൂപ. ഇപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ എത്ര? സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ 12,000 കോടി ആൾക്കാർക്കാണ് ഈ രാജ്യത്ത് കിസാൻ ആനുകൂല്യം കിട്ടിയിട്ടുള്ളത്. 12,000 കോടി ആൾക്കാർക്ക് 12,000 കോടി ജനങ്ങൾക്ക് ഒരു വർഷം 1000 രൂപ കിസാൻ ഒന്ന് വരുന്നു.